വെൽക്കം ടു ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ MTTC ഇന്റർനാഷണൽ LLCയുടെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നമ്മൾ ഇതിന്റെ അഡ്വർടൈസ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BTech ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് ആണ് ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് എക്സംഷൻ കാറ്റഗറി ആണ്. അപ്പോൾ എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് B ഗ്രേഡ്, A ഗ്രേഡ് ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് B ഗ്രേഡിനെ തന്നെ നമുക്ക് 2 കാറ്റഗറി അല്ലെങ്കിൽ 2 ടൈപ്പ് എക്സാം നടക്കുന്നുണ്ട്. ഒന്ന് B ഗ്രേഡ് റിട്ടേൺ എക്സാം. B ഗ്രേഡ് റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ്, ഇലക്ട്രീഷ്യൻ ITI കഴിഞ്ഞിട്ട് വയർമാൻ പെർമിറ്റ് ITI കഴിഞ്ഞിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ എക്സാം വഴി വയർമാൻ പെർമിറ്റ് എടുക്കുന്നവർക്കോ സൂപ്പർവൈസർ ലൈസൻസ് എടുക്കാനുള്ള ഓപ്ഷനാണ് B ഗ്രേഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സംപ്റ്റഡ് കാറ്റഗറി മീൻസ് റിട്ടേൺ എക്സാമും പ്രാക്ടിക്കലും ഇല്ലാണ്ട് സൂപ്പർവൈസർ ലൈസൻസ് എടുക്കുന്നതിനാണ് എക്സംപ്റ്റഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് BTech ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവർക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഈ ലൈസൻസിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ ലൈസൻസ് എടുക്കാം, എടുത്തുകൊണ്ടുള്ള പ്രയോജനം, ഇനി എങ്ങനെയാണ് ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ്, ആ ഇന്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്കൊരു PPT വഴി നമുക്ക് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാറ്റിക് ഡ്രോയിങ്, സിംഗിൾ ലൈൻ ഡയഗ്രാം ആണ് ഈ കാണുന്നത്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമ്മളിത് CAD-ൽ വരച്ചിട്ട് A3 സൈസിൽ പ്രിന്റ് എടുത്തിട്ടാണ് നമ്മൾ ഇൻസ്പെക്ടറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്, ഡ്രോയിങ് അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് ഉള്ള ആളുടെ സൈനും സീലും വെച്ചിട്ടാണ്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിന്റെ സൈനും സീലും വേണം, കോൺട്രാക്ടറിന്റെ സൈനും സീലും വേണം, ക്ലയന്റിന്റെ സൈനും സീലും വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സും ഞാൻ പറഞ്ഞു പോകണം. ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഏതൊക്കെയാണ് ഈ ലൈസൻസ്. ഇന്ന് തന്നെ എനിക്ക് ചിലപ്പോൾ ആള് ചിലപ്പോൾ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, എന്നാലും എല്ലാവർക്കും വരുന്ന ഡൗട്ട് ആയതുകൊണ്ട് ഞാൻ പറയുവാണ്. അപ്പം ഇന്നൊരു BTech സ്റ്റുഡന്റ് എന്നോട് ചോദിക്കുകയുണ്ടായി, വയർമാൻ പെർമിറ്റ് എടുക്കുന്നത് എന്താണെന്ന്, എങ്ങനെയാണ്. അപ്പോൾ ഒരു BTech സ്റ്റുഡന്റ്, അപ്പോൾ ആൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലെങ്കിൽ ഇത് ഓരോ ലൈസൻസും, പല ലൈസൻസുകളും നമുക്ക് പെർമിറ്റുകളും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഏതൊക്കെ പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് ആണ് വേണ്ടത്, ഓരോ പർപ്പസിനുള്ളത് എന്താണ്, അതിന്റെ ആവശ്യകത എന്നുള്ളതിനെ കുറിച്ച് പലർക്കും അറിവില്ലായിരിക്കും. അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ചില ആളുകൾക്ക് ഓൾറെഡി ഇത് അറിയാവുന്നതാണെങ്കിൽ അവരിത് ഇഗ്നോർ ചെയ്യുക. അപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ബേസ് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് വയർമാൻ. അപ്പൊ ഈ സെക്ഷൻ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാനുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പറയുവാണ്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ വരുന്നത് സൂപ്പർവൈസർ ലൈസൻസിനെ കുറിച്ചിട്ടുള്ള ഇതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് വയർമാൻ പെർമിറ്റിന്റെ ആവശ്യകത എന്താണ്, അത് പലർക്കും അറിയില്ലായിരിക്കും. നമുക്കൊരു ടെക്നീഷ്യനായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ് വയർമാൻ പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരാണ് ബൈ ഹാൻഡ് കൊണ്ട് വർക്ക് സൈറ്റിൽ എക്സിക്യൂഷൻ ചെയ്യുന്നത്. അവരാണ് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെയാണ് നമ്മൾ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രീഷ്യനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന പെർമിറ്റ്, അനുവാദമാണ് ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് യോഗ്യത നമ്മൾ ITA ആണ്, NCVT അപ്രൂവ്ഡ് 2 ഇയർ ITA ആണ് നമുക്ക് വയർമാൻ പെർമിറ്റ് ഉള്ളത്. 10th കഴിഞ്ഞവർക്കും അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് നമുക്ക് വയർമാൻ പെർമിറ്റിന്റെ എക്സാം എഴുതി വയർമാൻ പെർമിറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ഇലക്ട്രീഷ്യൻ വർക്കുകൾക്ക്. ഇനി വയർമാൻ പെർമിറ്റ് എടുത്ത് നമുക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ അകത്തേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല, അത് വേറെ കാറ്റഗറി ആയതുകൊണ്ട്, നമുക്ക് വയർമാൻ പെർമിറ്റ് എടുത്ത് കുറച്ച് നാൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാ ലൈസൻസ് എടുക്കാം. അതായത് C ഗ്രേഡ് കോൺട്രാ ലൈസൻസ്, വീടുകളുടെ ഒക്കെ വർക്കുകൾ ചെയ്യുന്ന ചെറിയ 15 കിലോവാട്ടൊക്കെ റേഞ്ചിൽ വരുന്ന അതിൽ താഴെയുള്ള വർക്കുകൾ ചെയ്യാനുള്ള പെർമിറ്റ് ആണ് C ഗ്രേഡ് കോൺട്രാ ലൈസൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് വരുന്ന കാറ്റഗറി ബി ഗ്രേഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് വയർമാൻ ലൈസൻസും വയർമാൻ പെർമിറ്റും അതുപോലെ അത് ഉപയോഗിച്ച് കിട്ടുന്ന സി ഗ്രേഡ് കോൺട്രാക്ട് ലൈസൻസ്, ചെറിയ വർക്കുകൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് സി ഗ്രേഡ് കോൺട്രാക്ട് ലൈസൻസ്. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നവർ ബിടെക്, ഡിപ്ലോമ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ അവരൊരു ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ എഞ്ചിനീയർ പൊസിഷനിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിടെക്, ഡിപ്ലോമ പോലെയുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നതും അതിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതും. അല്ലെ, നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് നമുക്കൊരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല, സൂപ്പർവൈസർ അല്ലെങ്കിൽ എഞ്ചിനീയർ ലെവലിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വരുന്ന ലൈസൻസ് ആണ് സൂപ്പർവൈസർ ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഗ്രേഡ് എ, ഗ്രേഡ് ബി, അങ്ങനെ 2 കാറ്റഗറി ഉള്ള ലൈസൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഗ്രേഡ് ബി എന്ന് പറഞ്ഞാൽ 250 kVA അതിൽ താഴെയുള്ള വർക്കുകൾ ചെയ്യാൻ. എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 500 kVA ആൻഡ് എബോ വരുന്ന വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ഗ്രേഡ് സൂപ്പർവൈസർ ലൈസൻസ് എടുക്കുന്നത്. ഇനി സൂപ്പർവൈസർ ലൈസൻസ് നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ എലിജിബിലിറ്റി കമ്പൽസറി ആണ്. ഇനി നമുക്ക് വർക്ക് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബിസിനസ് മെത്തേഡിൽ നമുക്ക് വർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യാം. അപ്പൊ നമ്മൾ വീടിന്റെ വർക്കുകളാണെങ്കിലും നമ്മൾ കോൺട്രാക്ട് കൊടുക്കും അല്ലെ, അപ്പൊ അത് സിവിൽ കോൺട്രാക്ട് വർക്കുകൾ. അതുപോലെ ഇലക്ട്രിക്കലിന്റെ വർക്കുകൾ നമുക്ക് ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് ആ വർക്ക് കോൺട്രാക്ട് ബേസിൽ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് വേണം. അപ്പൊ അതിനാണ് കോൺട്രാക്ടർ ലൈസൻസ് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്ടറിന്റെ സൈനും സീലും സൂപ്പർവൈസറിന്റെ സൈനും സീലും വെച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് എ ഗ്രേഡ് ലൈസൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. എന്റെ പേരിൽ തന്നെ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാം. എന്റെ സൂപ്പർവൈസർ ലൈസൻസ് ഉപയോഗിച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ തന്നെ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ സൂപ്പർവൈസർ ലൈസൻസിന്റെ ഈ ഇന്റർവ്യൂ പാസ്സായി സൂപ്പർവൈസർ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം പേരിൽ കോൺട്രാക്ട് ലൈസൻസ് ആക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ സൂപ്പർവൈസർ മാത്രം പോരാ, വയർമാൻ പെർമിറ്റ് ഉള്ള ടെക്നീഷ്യന്മാർ വേണം. അപ്പൊ എത്ര കിലോ വാട്ടാണോ നമുക്ക് കോൺട്രാക്ട് ലൈസൻസ് എടുക്കേണ്ടത്, മീൻസ് നമ്മുടെ സൂപ്പർവൈസർ ലൈസൻസ് എത്ര കിലോ വാട്ടാണോ ഉള്ളത് അത്രയും കിലോ വാട്ടുള്ള കോൺട്രാക്ട് ലൈസൻസ് ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുക. ഇപ്പൊ ബി ഗ്രേഡിൽ നമുക്ക് 250 കിലോ വാട്ട് അല്ലെ KVA ഉണ്ടെങ്കിൽ നമുക്ക് 250യുടെ കോൺട്രാക്ട് ലൈസൻസ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി 150 ഉള്ളെങ്കിൽ 150യുടെ കോൺട്രാക്ട് ലൈസൻസ് ആണ് കിട്ടുള്ളൂ. ഇനി നമുക്ക് 25 കിലോ വാട്ടൊക്കെ ഉള്ളെങ്കിൽ 25ന്റെ കോൺട്രാക്ട് ലൈസൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ സൂപ്പർവൈസറിന്റെ ആ എത്ര കിലോ വാട്ടാണ് അവർക്ക് അവാർഡ് ആയിരിക്കുന്നത് ആ കിലോ വാട്ടിലുള്ള കോൺട്രാക്ട് ലൈസൻസ് ആണ് അവർക്ക് എടുക്കാൻ പറ്റുക. പിന്നെ നമുക്ക് എ ഗ്രേഡ് ഇത് കിട്ടുവാണെങ്കിൽ അതിന് പിന്നെ വേറെ കുറച്ച് നിബന്ധനകളുണ്ട്. അപ്പൊ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാൻ നമുക്ക് സൂപ്പർവൈസർ മാത്രം പോരാ, വർക്ക് ചെയ്യാൻ എക്സിക്യൂഷൻ ചെയ്യാനുള്ള വയർമാൻ പെർമിറ്റ് ഉള്ള ടെക്നീഷ്യന്മാരെ കാണിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ഓഫീസ് കാണിക്കണം, CAD ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ, പിന്നെ മെയിൻ ആയിട്ടും മീറ്റർ ആൻഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടൂൾസ്, എക്യുപ്മെന്റ്സുകൾ, മീറ്ററുകൾ, അങ്ങനെ ഇൻസ്പെക്ടറേറ്റ് നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളും ഫെസിലിറ്റിയും നമുക്ക് കാണിച്ച് അതിന്റെ ഫീസും അടച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? കോൺട്രാക്ടർ ലൈസൻസ് കിട്ടുക. ഈ കോൺട്രാക്ടർ ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ടൂൾസ്, എക്യുപ്മെന്റ്, ടെക്നീഷ്യന്മാർ ഇതെല്ലാം നമുക്കുണ്ട് എന്ന് നമുക്ക് കാണിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഇൻസ്പെക്ടറേറ്റ് എന്നുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും, ഓഫീസ് ഇൻസ്പെക്ഷനും ടൂൾസിന്റെ കാര്യങ്ങളും എല്ലാം ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കോൺട്രാക്ട് ലൈസൻസ് കിട്ടുക. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യാൻ വയർമാൻ പെർമിറ്റ്, ദെൻ വയർമാൻ പെർമിറ്റ് വെച്ചിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് നമുക്ക് ചെറിയ വർക്കുകൾ എടുത്ത് ചെയ്യാനുള്ള കോൺട്രാക്ട് ലൈസൻസ് കിട്ടും. അതിനാണ് സി കോൺട്രാക്ട് ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിടെക്, ഡിപ്ലോമ, ട്രിപ്പിൾ കഴിഞ്ഞവർക്ക് സൂപ്പർവൈസർ ലൈസൻസ് എടുക്കാൻ പറ്റും. ഇപ്പൊ ബി ഗ്രേഡും ഉണ്ട്, എ ഗ്രേഡും ഉണ്ട്. 250 വരെ ബി ഗ്രേഡ്, എ ഗ്രേഡ് 500 kVA ആൻഡ് എബോവ്, അങ്ങനെയൊക്കെയാണ് അതിന്റെ ഇത്. പിന്നെ സൂപ്പർവൈസർ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിൽ തന്നെ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ കോൺട്രാക്ടർക്ക് നമ്മുടെ ലൈസൻസ് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും ചിലപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയർ ബിടെക് ഒക്കെ ആയിട്ടുള്ളവരും റണ്ണിങ് ബാച്ചിലുള്ളവരും ഒക്കെ പലരും ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരുടെ അറിവിലേക്കായിട്ട് നമ്മളായിട്ട് ഒരു ഓർഗനൈസേഷൻ ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ പറയുവാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ബേസിലാണ്ട് നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പലർക്കും ചിലപ്പോൾ ഇത്
ഇതൊക്കെ എന്തിനാണ് ഈ ഒരു സെക്ഷനിൽ പറയണേ എന്ന് തോന്നാറുള്ളവർക്ക്. പക്ഷെ പലരും ഇതും അറിയില്ലാത്ത ആളുകൾ ഈ ഒരു സെക്ഷനിൽ, എസ്പെഷ്യലി ഫ്രഷേഴ്സ് ആയിട്ടുള്ള ബിടെക് ഡിപ്ലോമ സ്റ്റുഡൻസ്, റണ്ണിങ് ബാച്ചിലുള്ളവർ, അങ്ങനെ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇല്ലാതെ ഈ ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും ഇതിന്റെ ബേസ് അറിയില്ലാത്തവരുണ്ടാവും. അപ്പൊ അവരുടെ അറിവിലേക്കായിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലൈസൻസിന്റെ എല്ലാം ഈ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ കേരളത്തിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുമ്പോൾ അതിന്റെ ഈ ഡ്രോയിങ് അപ്രൂവൽ തരുന്നതും അതുപോലെ അതിന്റെ ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റി എല്ലാം ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഗവൺമെന്റ് ഓഫ് കേരള അണ്ടറിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഈ ഡ്രോയിങ് അപ്രൂവൽ, ഡ്രോയിങ് സബ്മിഷൻ, അതൊരു ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റി. ആ പേരിൽ തന്നെയുണ്ട് ഇൻസ്പെക്ടറേറ്റ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. നമുക്ക് ബിടെക് ഉള്ളവർക്ക് നമുക്ക് PSC വഴി കയറാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. ഇനി ഈ വയർമാൻ പെർമിറ്റ് അല്ലെങ്കിൽ സൂപ്പർവൈസർ ലൈസൻസ്, അതിന്റെ ഇന്റർവ്യൂ, എക്സാംസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുവാനും അതിന്റെ റിസൾട്ട്, അതിന്റെ എക്സാമിന്റെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ആരൊക്കെ പാസ്സാക്കണം, ഫെയിൽ ആക്കണം, എത്ര കിലോ വാട്ട് ലോഡ് അവാർഡ് ചെയ്യണം, അതുപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, ലൈസൻസ് ഇഷ്യൂ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ഒത്തിരി ആളുകളുടെ ഇതുപോലെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യണം, ഹാൾ ടിക്കറ്റ് അയക്കണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യണം, അവരുടെ ആ വാല്യുവേഷൻ ചെയ്യണം, അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, അവർക്ക് ലൈസൻസ് അവാർഡ് ചെയ്യണം. സോ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇൻസ്പെക്ടറിന്റെ അണ്ടറിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ്. ഇപ്പൊ KSEB അല്ല, KSELB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ്. അപ്പൊ ഈ ലൈസൻസിങ് ബോർഡാണ് ഈ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഗ്രേഡ് A, ഗ്രേഡ് B ലൈസൻസിന്റെ ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഒരു ഓർഗനൈസേഷൻ ബാക്ക്ഗ്രൗണ്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസ് ഉണ്ട്. അത് ട്രിവാൻഡ്രത്താണ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസും ഉണ്ട്. അപ്പൊ B ഗ്രേഡിന് ചിലപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ നടന്ന് പലതും ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഓരോ ജില്ലയിലും എറണാകുളം, ട്രിവാൻഡ്രം, ചിലപ്പോൾ ചില അടുത്തടുത്ത ജില്ലകൾക്ക് ഒരു സെന്റർ കൊടുക്കും. മേ ബി ചിലപ്പോൾ കാലിക്കട്ടും വയനാടും ഡിസ്ട്രിക്ട് വരുമ്പോൾ ചിലപ്പോൾ കാലിക്കട്ടായിരിക്കും. മിക്കവാറും ഗവൺമെന്റ് പോളിടെക്നിക്കിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിൽ സൗകര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ എറണാകുളത്തേക്കാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ്. കോട്ടയത്തൊക്കെ നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ. അപ്പൊ അങ്ങനെ ഓരോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിലും ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും ഇന്റർവ്യൂ സെന്റർ വരുന്നത്. പക്ഷേ ഈ തവണ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 1 ഇയർ ആയിട്ട് അപ്ലൈ ചെയ്തവരുടെ ഏകദേശം ജൂൺ 2024 മുതൽ ജൂലൈ 2025 വരെ അപ്ലൈ ചെയ്ത് അങ്ങനെ അറൌണ്ട് 1 ഇയർ ആയവർക്ക് ഇന്റർവ്യൂ വിളിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറിയിലാണ്. A ഗ്രേഡിന്റെ ഇന്റർവ്യൂ നടക്കുന്ന അതേ ലൊക്കേഷനിൽ തന്നെയാണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് അടുത്ത് തന്നെ മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ. അപ്പോൾ പലർക്കും ഇതിന്റെ അകത്ത് ഹാൾ ടിക്കറ്റ് വന്നേക്കുന്നവരോ നോട്ടിഫിക്കേഷൻ കിട്ടിയേക്കുന്നവരും ഉണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്തും മെൻഷൻ, ഇപ്പൊ ഈ B ഗ്രേഡിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട് മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ലോഡ് അനുസരിച്ചിട്ട്, ചെറിയ ലോഡുകൾക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിലും, കൂടിയ ലോഡുകൾക്ക് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിലാണ് ഡ്രോയിങ് സബ്മിഷൻ നടക്കുന്നത്. അതുപോലെ B ഗ്രേഡ് ഇന്റർവ്യൂ നടന്നിരുന്നത് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിലാണ്. പക്ഷേ ഈ തവണ വിളിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ ആണ് നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂവിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ്, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതിന്റെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസ് ട്രിവാൻഡ്രത്താണ്. പിന്നെ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വയർമാൻ പെർമിറ്റ് അതിന്റെ ഒക്കെ ഇന്റർവ്യൂ, അല്ലെങ്കിൽ C ഗ്രേഡ് കോൺട്രാ ലൈസൻസ് B ഗ്രേഡും ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. ഇപ്പൊ അതിനൊരു എക്സംഷൻ ഉണ്ട്. ചില സമയത്ത് ഒരുമിച്ച് ഇങ്ങനെ വിളിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാ ജില്ലകൾക്കും പകരം ഈ മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ വെച്ചിട്ട് തന്നെ ഇന്റർവ്യൂ വരുന്നുണ്ട്. A ഗ്രേഡിന്റെ മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ വെച്ചിട്ട് തന്നെയാണ് അതിന്റെ ഇന്റർവ്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു പെർമിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. പെർമിറ്റ് ഫോർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, അതിനുള്ള പെർമിഷൻസ്, ഒരു ഇലക്ട്രിക്കൽ വർക്ക്, ഇലക്ട്രിക്കൽ കോൺട്രാക്ട് വർക്ക് നമുക്ക് നടക്കുമ്പോൾ ആ വർക്ക് നമുക്ക് സൂപ്പർവൈസ് ചെയ്യാനുള്ള പെർമിഷനാണ് നമുക്കിത് കിട്ടുന്നത്. ഇപ്പോൾ ഗ്രേഡ് B ആണ് നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പൊ ഗ്രേഡ് ബിക്കുള്ള യോഗ്യതകളും കാര്യങ്ങളും നമുക്ക് പറയാം. പിന്നെ വരുന്നതാണ് ഗ്രേഡ് A. അപ്പൊ അതിനുള്ള എലിജിബിലിറ്റി നമുക്ക് പറയാം. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് കേരള, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നായിരിക്കില്ല അതിന്റെ എഴുതിയേക്കുന്നത്,
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അണ്ടറിൽ തന്നെ ഈ ലൈസൻസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് KSEB എന്ന് ഒറ്റയടിക്ക് തോന്നും, നമുക്ക് ഒറ്റ ലുക്കിൽ നമുക്ക് അങ്ങനെ തോന്നാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് KSELB എന്നാണ്, നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ലൈസൻസിന്റെ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ റിസൾട്ട് വരും. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് പിന്നെ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞ് നമുക്കിങ്ങനെ ലൈസൻസ് ബൈ പോസ്റ്റായിട്ട്, സ്പീഡ് പോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മുടെ പേരിലോ തന്നെ വേണേൽ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാം. അപ്പൊ അതിന്റെ പ്രൊസീജിയർ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കോൺട്രാക്ടർക്ക് നമ്മുടെ ലൈസൻസ് കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ദെൻ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് എടുത്താലുള്ള ബെനിഫിറ്റ്, അപ്പൊ നമുക്ക് കേരളത്തിലാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ ബിടെക് ഇതാണെങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈം കരിയറിലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ വർക്കുകൾ ചെയ്യാനും മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാനും എല്ലാം നമുക്ക് ഈ ലൈസൻസ് ആവശ്യമുണ്ട്. അപ്പൊ ഒരു നോർമൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇപ്പൊ നമുക്കൊരു ബിടെക്കോ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സൂപ്പർവൈസർ എന്ന ലെവലിലാവും. എന്നാൽ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ കൂടുതലാണ്. ഇപ്പൊ നമുക്ക് പലർക്കും, കൂടുതൽ ആളുകളും പിന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ ലൈസൻസ് നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ അബ്രോഡോ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ലൈസൻസ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അണ്ടറുള്ള KSELB ഇഷ്യൂ ചെയ്യുന്നതാണ്. സോ ഇത് നമുക്ക് കേരളത്തിലെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ചില സെൻട്രൽ ഗവൺമെന്റ് CPWD വർക്കുകളിലൊക്കെ വരുമ്പോൾ അതിന്റെ നമുക്ക് എലിജിബിലിറ്റി ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ ഉള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട് നമുക്ക് കാണിക്കാം. ബട്ട് നമുക്ക് വർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈസൻസ് കേരളത്തിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. എന്നാൽ പിന്നെ ഇപ്പൊ ഞാൻ പല ആളുകളും ചിന്തിക്കുന്നതായിരിക്കും, ഞാൻ പുറത്തേക്ക് പോകാനാണ് എൻ്റെ താല്പര്യം, മേ ബി ചിലപ്പോൾ യൂറോപ്യൻ കൺട്രീസിലോ കാനഡയിലോ UK-ലോ ഓസ്ട്രേലിയയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്നതും നമുക്ക് നല്ലൊരു സാലറി പാക്കേജും കിട്ടുന്ന ഇതാണ് GCC കൺട്രീസിൽ. ഞാനും ഇതുപോലെ ഒമാനിലും ഖത്തറിലും ഒക്കെ പ്രൊജക്ടുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഖത്തർ ഫിഫ പ്രൊജക്റ്റിലൊക്കെ സീനിയർ MEP എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ ഉള്ള ഇന്റർവ്യൂസിന് ഇപ്പോൾ നമുക്ക് ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രിഫറൻസ് കിട്ടും. ഇപ്പോൾ ഖത്തർ ഫിഫ പ്രൊജക്റ്റില് 2019 കൊച്ചിയിൽ വെച്ചിട്ട് നടന്ന ഇന്റർവ്യൂവില് സീനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് ഏകദേശം ഒരു 3 എഞ്ചിനീയേഴ്സിനെ ആയിരുന്നു സെലക്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് എനിക്കും അതിൻ്റെ അകത്ത് സെലക്ഷൻ കിട്ടി. അപ്പൊ അതിന്റെ ഒരു റീസൺ, നമുക്ക് ഈ A ഗ്രേഡ് ലൈസൻസ് ഉള്ളത് നമുക്ക് CV ഫ്രണ്ട് പേജിൽ തന്നെ നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. ഇപ്പൊ എന്റെ പേഴ്സണൽ CV നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് പേജിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കാണുന്ന രീതിയിൽ A ഗ്രേഡ് ലൈസൻസ്ഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് ഖത്തറിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ CVക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടാനും നമുക്കൊരു ഇന്റർവ്യൂസിൽ ഒരു വലിയൊരു ഇന്റർവ്യൂസിലൊക്കെ നമുക്ക് പ്രിഫറൻസ് കിട്ടാനും വളരെ ഉപയോഗപ്രദമാണ് നമുക്ക് ഈ ലൈസൻസ് എന്ന് പറയുന്നത്. ഇതൊരു പ്രൈവറ്റ് ഏജൻസി ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് അല്ല. നമ്മൾ ഈ ലൈസൻസിന്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ കേരള ഗവൺമെന്റിന്റെ തന്നെ എംപ്ലോ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ എഴുതുന്നത് ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ നെയിം അല്ല, ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ്. ഒരു ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു ലൈസൻസ്ഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ CV-യിൽ ഇപ്പൊ ബിടെക് ഡിപ്ലോമ ട്രിപ്പിൾ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത്. സോ ആ ഇന്റർവ്യൂവിന് വരുന്ന എല്ലാ ആളുകൾക്കും ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടാവും. അപ്പൊ അതിൽ പക്ഷേ ഈ A ഗ്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഉള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ അതിൻ്റെ അത് നമുക്ക് ഈ ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഒരു മുൻഗണന, അല്ലെങ്കിൽ അവരുടെ CV ഫിൽട്ടറിങ് വരുമ്പോൾ അവർക്കൊരു പ്രിഫറൻസ് അതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ ഗവൺമെന്റ് ജോബ്സിനൊക്കെ നമ്മൾ മെയിൻ ലിസ്റ്റിൽ കയറി കഴിഞ്ഞു പിന്നെ ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ വരുമ്പോൾ ഇപ്പൊ സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ ടെസ്റ്റ് എഴുതി മെയിൻ ലിസ്റ്റിൽ കയറി കഴിഞ്ഞു പിന്നെയുള്ള ഇന്റർവ്യൂസിൽ വരുമ്പോഴും നമുക്കിത് വളരെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. അങ്ങനത്തെ പർപ്പസിന് വേണ്ടി മാത്രം ലൈസൻസ് എടുക്കുന്ന ആളുകളും നമുക്ക് സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഒക്കെ ആയിട്ട് സെലക്ഷൻ കിട്ടിയിട്ട് പിന്നെ ലൈസൻസ് എടുക്കുന്നത്. അപ്പൊ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ഗവൺമെന്റ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ലൈസൻസ് ഒഫീഷ്യൽ പർപ്പസുകൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. നമ്മൾ സൈൻ ഡ്രോയിങ്ങിൽ അപ്രൂവൽ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊരു കേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. അത് അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ അവരത് ഇൻഫോം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് വർക്കുകൾ മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് വർക്കുകൾ കിട്ടുന്ന അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് സോളാർ പ്രൊജക്ട്സുകൾ അല്ലെ. ഇപ്പൊ ഒത്തിരി ആളുകൾ സോളാർ വർക്കുകൾ ചെയ്യുന്നുണ്ട്.
പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 70 അല്ലെങ്കിൽ 80% എബോ മജോറിറ്റി ആളുകളും സോളാർ വർക്കുകൾ, കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്ന ആളുകൾ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളും പലരും ഇപ്പം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ലൈസൻസ്, കോൺട്രാക്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് അതിൻ്റെ ഓണർക്കോ ഈ ഇലക്ട്രിക്കൽ ഫീൽഡുമായിട്ട്, മീൻസ് ഇലക്ട്രിക്കൽ എഡ്യൂക്കേഷൻ, ഡിപ്ലോമ, ബിടെക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ സൂപ്പർവൈസർ ലൈസൻസ് പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ്, കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ച്